എന്റെ മരണത്തെ എനിക്ക് പേടിയില്ല, മറ്റൊരാളുടെ തുടക്കമാകാമെങ്കിൽ അങ്ങനെ തന്നെയാകട്ടെ എന്ന് നിഷ ജോസ് കെ മാണി. അവിവാദന സമ്മതപത്രത്തിൽ ഒപ്പുവെച്ച നിഷ ജോസ് കെ മാണി i4 ന്യൂസിനോട് പ്രതികരിച്ചു. മരണത്തെ ഒരു അവസാനമായി കാണാതെ മറ്റൊരാളുടെ ജീവിതത്തിലേക്കുള്ള തുടക്കമായി കാണുകയാണ് സാമൂഹിക പ്രവർത്തകയും ജോസ് കെ മാണി എംപിയുടെ ഭാര്യയുമായ നിഷ. മരണശേഷം 14 അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനുള്ള സമ്മതപത്രത്തിൽ നിഷ ഒപ്പുവെച്ചു. എല്ലാവർക്കും, സ്ത്രീജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു മാതൃകയാണ് ഇപ്പം. സ്ത്രീകൾക്ക് മാത്രമല്ല, എല്ലാവർക്കും പെട്ടെന്നാണ് അവയവദാനം. ഇതിന് മുമ്പുണ്ടായിട്ടുണ്ട്, ഇതിന് ശേഷവും ഉണ്ടാവും. പക്ഷേ നിഷ ജോസ് കെ മാണി എന്നൊരു വ്യക്തി എല്ലാവർക്കും അവയവദാനം ചെയ്യാനായിട്ടൊരു മാതൃകയാകുകയാണ്. എന്താണ് മാമിന് പറയാനുള്ളത്? മാമിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്തു, അതിലൂടെ പുതിയൊരു ജീവൻ ഉണ്ടാവണമെന്നാണ്, എൻ്റെ മരണത്തിലൂടെ പുതിയൊരു ജീവൻ അല്ലെങ്കിൽ ഒരു ജീവിതം ഉണ്ടാവണമെന്നുള്ള സന്ദേശമാണ് എല്ലാവർക്കുമായിട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഞാൻ ആക്ച്വലി കുറേ നാളായിട്ട് ചിന്തിക്കുന്ന കാര്യമാണ്. ഇൻഫാക്ട് അച്ചാച്ചൻ ഉണ്ടായിരുന്നപ്പം എനിക്ക് കിഡ്നി ഡൊണേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ഓരോരുത്തരുടെ ഉള്ളിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പം എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇത് വന്നു, കിഡ്നി ഡൊണേറ്റ് ചെയ്യണം എന്നുള്ളത്. അന്ന് ഞാൻ അച്ചാച്ചൻ്റെ അടുത്തും എല്ലായിടത്തും പറഞ്ഞപ്പം അതങ്ങനെ അങ്ങ് പോയി. ആരും നോന്നോ എതിർക്കോ അനുകൂലിക്കോ ഒന്നുമില്ല. ഞാനിങ്ങനെ പറഞ്ഞങ്ങ് പോയി. പക്ഷേ എനിക്കൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ്, എനിക്ക് കുറച്ച് നാളായിട്ട് ഇങ്ങനെ, പ്രോബബ്ലി ഞാനൊരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് ഞാൻ കുറേ പേര് മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ മരണം കിടക്കുന്നവർ, അങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കുന്നവർ, ജോസിനാണെങ്കിൽ ഒത്തിരി കോൾസ് വരും അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോഴൊക്കെ ഞാൻ ഓർക്കും, ഈ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യുവാണെങ്കിൽ എത്രമാത്രം ഗുണം ചെയ്യും മറ്റുള്ളവർക്ക്. പലപ്പോഴും നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ഓർഗൻസോട് കൂടി നമ്മൾ മരിച്ച് അതങ്ങ് അടക്കി അങ്ങ് പോകുന്ന അതേ സംഭവം, അത് പുറമേയുള്ള സാധനമല്ലല്ലോ, ഉള്ളിലുള്ള ഒരു കാര്യം. അത് നമ്മൾ ആർക്കെങ്കിലും കൊടുത്താൽ അത് ആർക്കെങ്കിലും ഒരു ലൈഫ് കൂടുതൽ വരുവാണെങ്കിൽ. അങ്ങനെ ഇരുന്നപ്പം ഈയിടെ ഒരു യങ് ബോയ്, 24-25 ഇയർ ഓൾഡ് ഒരു യങ് ബോയ്, അവൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റിൻ്റെ ആവശ്യം വന്നു. പക്ഷെ അത് ലങ് ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ ഒരാൾ മരിച്ചാലേ അത് കിട്ടത്തുള്ളൂ. അതൊന്ന്. 2, അത് സമയത്ത് കിട്ടാതെ വരുമ്പോഴത്തേക്കിനും അവന് ഹാർട്ട് വരെ പോയി. അപ്പോൾ ആ ഒരു ബോയുടെ ഒരു കഥ കേട്ടപ്പം, കഥ എന്നല്ല ആക്ച്വലി അവൻ്റെ ആ ലൈഫിൽ ഉണ്ടാകുന്ന ആ ഒരു ട്രാജിക്, ആസ് ഈസ് അപ്രോച്ചിങ് ഡെത്ത്, ആ ഡെത്തിനെ ഇങ്ങനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനുണ്ടാകുന്ന ആ ഒരു ഇത്, പേരൻസിനുണ്ടാകുന്ന വിഷമം. അവർ ആരെങ്കിലും ഒരു ഡോണർ, പക്ഷെ ആ ഡോണറിനെ കിട്ടണമെങ്കിൽ എത്രമാത്രം ക്യൂവിൽ വെയിറ്റ് ചെയ്യണം. ഈവൻ ഒരു യങ് ബോയ് പോലും ഇത്രയും നമ്മൾ യങ്സ്റ്റേഴ്സിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ഇങ്ങനത്തെയൊക്കെ കാര്യത്തിന്. പക്ഷെ അവന് പോലും എത്രമാത്രം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒരു ഓർഗൻ കിട്ടാൻ. പക്ഷെ മരിച്ചുപോയി, നിർഭാഗ്യവശാൽ മരിച്ചുപോയി കുട്ടി. അതെന്നെ കുറച്ചും കൂടെ ഒരു ഇത് തന്നു. എന്നാൽ പിന്നെ ഒന്ന് പ്ലെഡ്ജ് ചെയ്തേക്കാം. എന്ത് കാര്യം ഞാൻ ചെയ്താലും ഫാമിലിയായിട്ട് സംസാരിച്ചിട്ടേ ചെയ്യത്തുള്ളൂ, അല്ലാതെ വെറുതെ എടുത്ത് ചാടി ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ പറഞ്ഞ വർഷങ്ങളായിട്ടൊരു തോട്ട് പ്രോസസ്സ് ചെയ്ത് വന്നു. അങ്ങനെ ഇരുന്നപ്പോൾ വീണ്ടും ഞാനൊരു പ്രോഗ്രാമിന് ചെന്നപ്പോൾ അവിടെ സുമ തരകൻ എന്ന് പറഞ്ഞൊരു സ്ത്രീ, അവർ ഈ ഓർഗൻ ഡൊണേറ്റ് ചെയ്തു, ഓർഗൻസ് പ്ലെഡ്ജ് ചെയ്തു റോട്ടറിയുടെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ. അപ്പോൾ എനിക്കും തോന്നി എന്നാൽ ഐ ഡു ഇറ്റ്. അപ്പം തന്നെ ഞാനിരുന്ന് പ്ലെഡ്ജ് ചെയ്തു. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഫാമിലിയായിട്ട് സംസാരിച്ച് അവരുടെ എല്ലാവരുടെ അടുത്തും, കാരണം നമ്മളൊരു കാര്യം ചിന്തിക്കുന്നു, നമ്മളൊരു കാര്യം തീരുമാനിക്കുന്നു, പക്ഷേ ഫാമിലി കൂടെ ഇല്ലെങ്കിൽ ഇതിൽ ഒന്നിനും ഒരു മുമ്പോട്ട് പോകാൻ നടക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ അത് എന്തെങ്കിലും കാരണവശാൽ മരിച്ചു എന്നും വിചാരിച്ചു, അവർ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇത് നമ്മൾ എല്ലാം ഒരു ഐക്യത്തിൽ കൂടെ തന്നെ പോയാലേ ഇത് ശരിയാവത്തുള്ളൂ, ഈ ഓർഗൻ ഡൊണേഷൻ. അപ്പം അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തു, മോളുടെ നമ്പറും കൊടുത്തു. എല്ലാം കഴിഞ്ഞ് ഞാനത് പോസ്റ്റ് ചെയ്തത് കാരണം വേറെ ഒന്നുമല്ല, ഇപ്പം ഹെയർ ഡൊണേഷൻ 2013 തുടങ്ങിയപ്പോഴും അന്നും അതൊരു ഓപ്പൺ ഇവൻ്റായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യം, കൂടുതൽ പേര് ഇങ്ങനെ ചെയ്യണം. അന്ന് ഒത്തിരി ക്രിറ്റിസിസം കേട്ടു, പബ്ലിസിറ്റി. ഇപ്പോഴും ഇടയ്ക്ക് 1-2 ഇങ്ങനെ ചീറ്റലും ഇതുകൊണ്ട്, പക്ഷേ ഐ വിൽ നോട്ട് ബോദർ. നമുക്കറിയാം എന്തിനാണ് നമ്മളിത് ചെയ്യുന്നതെന്ന്, അത് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങ് മുമ്പോട്ട് പോകുന്നു. തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെയാണ് നിഷ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. എൻ്റെ മരണം വെറുമൊരു വിടവാങ്ങൽ മാത്രമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതൊരു തുടർച്ചയായിരിക്കണം. ഇത്രനാളും ജീവിച്ചത് നിഷ ജോസ് കെ മാണിക്ക് വേണ്ടി, അല്ലെങ്കിൽ നിഷ ജോസ് കെ മാണിയുടെ ഫാമിലിക്ക് വേണ്ടിയാണ് ജീവിച്ചത്.
ഇനി മാം ജീവിക്കാൻ പോകുന്നത് ഇനിയുള്ള 14 പേർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഓർഗൻ കൊടുക്കാൻ പോകുന്ന 14 പേർക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിന് ശരീരത്തിന് അതിൻ്റേതായ കാര്യങ്ങളൊക്കെ നോക്കണം, ഡയറ്റ് നോക്കണം, അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? ഞാൻ എപ്പോഴും ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടും എൻ്റെ പേഷ്യൻസിന് വേണ്ടിയിട്ടും എൻ്റെ സമൂഹത്തിന് വേണ്ടിയിട്ടും. മക്കൾ എന്ന് പറയുമ്പം എൻ്റെ ഫാമിലി, അതായത് എൻ്റെ ഫുൾ ഫാമിലി വരും. അങ്ങനെ അപ്പം അങ്ങനെ ഒരു വ്യത്യാസം വരുന്നില്ല. തീർച്ചയായിട്ടും കൂടുതൽ ഒരു ആഡഡ് റെസ്പോൺസിബിലിറ്റി ആയി. കാരണം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോഴേ ഉള്ളൂ നമ്മുടെ ഓർഗൻസ് ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ. അപ്പം അങ്ങനെ ഒരു രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ള കുറച്ചും കൂടി ഒരു റെസ്പോൺസിബിലിറ്റി വന്നിട്ടുണ്ട്. വീണ്ടും ഇടിക്കുന്ന ഹൃദയം, മറ്റൊരു സൂര്യോദയം കാണാൻ കഴിയുന്ന കണ്ണുകൾ, വർഷങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിന്നും ഒരാൾക്ക് മോചനം നൽകുന്ന ഒരു വൃക്ക. എൻ്റെ മക്കൾക്ക് എൻ്റെ ശരീരം നഷ്ടപ്പെട്ടേക്കാം, പക്ഷേ എൻ്റെ സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടില്ല. നിഷ ജോസ് കെ മാണി സമൂഹ മാധ്യമത്തിൽ അക്കൗണ്ടിൽ കുറിച്ചു. പെട്ടെന്നെടുത്ത തീരുമാനമല്ല എന്നും അച്ചാച്ചൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യം കുടുംബവുമായി സംസാരിച്ചിരുന്നുവെന്നും നിഷ ജോസ് കെ മാണി പ്രതികരിച്ചു. സന്ധ്യ കേസ്, i4 ന്യൂസ്, പാലാ.